ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പായസമാണ്. ക്യാരറ്റ് കൊണ്ടുള്ള ഒരു അടിപൊളി പായസമാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈസി പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിപ്പോൾ കുക്ക് ചെയ്തെടുത്തതാണ്. വലിയ ക്യാരറ്റാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് നല്ലതുപോലെ വേവണം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ചെറിയ കട്ടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പച്ചരിയാണ്. പച്ചരി നന്നായിട്ട് വേവിച്ച് ഉടച്ച് എടുത്തതിന് ശേഷം ഉള്ള അളവാണ് ഞാൻ പറയുന്നത്. ഈ പച്ചരിക്ക് പകരം നമുക്ക് ചവ്വരി ആയാലും മതി. വേവിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് എടുത്താൽ മതി. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ആ റൈസ് ഫുള്ളായിട്ട് കിടക്കുന്നതിനെ 1-2 പീസാക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ആക്കി എടുക്കുക. ഇതൊരു 1/4 കപ്പ് അളവിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പാണ് എടുക്കുന്നത്, അതായത് 1/2 ലിറ്റർ പാല്. അപ്പോൾ ഞാനിത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും. അധികം താമസമൊന്നുമില്ല. അപ്പോൾ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് പായസത്തിൻ്റെ പരിപാടി. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ടൈം മാത്രമേ എടുക്കുള്ളൂ ഈ ഒരു പായസം റെഡിയാക്കാൻ. അപ്പോൾ ആർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പായസമാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്ത് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്ത് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കാഷ്നട്ട്, പിന്നെ മുന്തിരിങ്ങ. അപ്പോൾ ഇതും കൂടി നമുക്ക് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും അണ്ടിപ്പരിപ്പും ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു പായസമാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്